ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ദിവസവും സോപ്പ് യൂസ് ചെയ്യുന്നവരാണല്ലോ. നമ്മളാരും സോപ്പ് യൂസ് ചെയ്യാത്തവരല്ല. അപ്പോൾ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഏത് രീതിക്ക് നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലയോ എന്ന് നോക്കി മേടിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ല ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെറുതെ നിങ്ങൾ തോണ്ടി പോകേണ്ട, ഒരു സബ്സ്ക്രൈബ് കൊടുത്തേക്ക് കേട്ടോ. കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതല്ലേ. പിന്നെ അതോടൊപ്പം തന്നെ ഉപകാരപ്പെട്ടവർക്ക്, അത് ആവശ്യമാണെന്ന് കണ്ടവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടെ സഹായിക്കുക. ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു, നമ്മളിപ്പോൾ സോപ്പ് വാങ്ങാൻ പോകുന്നു. ഇപ്പോൾ നമ്മളൊരു നമുക്കല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മെഡിമിക്സ് അല്ലെങ്കിൽ ഒരു ലെക്സ്, ഏതെങ്കിലും നല്ലൊരു കൂടിയ സോപ്പ് തന്നെയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ ആ കവറിൻ്റെ സൈഡ് തന്നെ ഒരു TFM എന്നുള്ള ഒരു നമ്പർ ഉണ്ടാകും. ആ TFM എന്നുള്ള നമ്പറിൽ 76% മേലോട്ടാണ് കാണിക്കുന്നതെങ്കിൽ, അത് 76% അല്ല അതിലോട്ട് മേലോട്ടാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി സോപ്പാണ്. ഈ നല്ല ഗ്യാരണ്ടിയുള്ള സോപ്പാണ്. അത് നമ്മൾ സ്കിന്നിൽ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് സോഫ്റ്റായിട്ട് നല്ല മൃദുവായിട്ടൊക്കെ ഇരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 70%-നും 75%-നും താഴോട്ടാണ് എന്നുണ്ടെങ്കിൽ അത് മീഡിയം ക്വാളിറ്റിയുള്ള സോപ്പാണ്. കുഴപ്പമില്ല, എന്നാലും മീഡിയം ക്വാളിറ്റി ഉള്ളതാണ്. ഇതേ സമയം 60%-നും 65%-നുമാണ് താഴോട്ട് TFM കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സോപ്പ് വാങ്ങാൻ നിൽക്കരുത്. അത് നമ്മുടെ സ്കിന്നെ വീക്കാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരുപാട് പ്രോബ്ലം, നമുക്ക് ചില സമയത്ത് നമ്മുടെ സ്കിന്നിൽ നമ്മൾ സോപ്പ് ഇടുമ്പോൾ പൊരുക്ക പോലെ കാണിക്കും, വെള്ള ഇതുപോലെയൊക്കെ കാണിക്കും. അതുപോലെ ചിലപ്പോൾ ചൊറിഞ്ഞ് തടുക്കും. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകുന്നത് ഇതുപോലെ TFM കുറഞ്ഞ സോപ്പുകൾ വാങ്ങുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. പോയ ഒരു കമൻ്റ് അല്ലേ, പിന്നെ ഒരു സബ്സ്ക്രൈബ് മറക്കല്ലേ.